30 വയസ്സായാലും 40 വയസ്സായാലും തല നിറയെ മുടി വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. തല നിറയെ മുടി ഉണ്ടാകുന്നതിനായിട്ട് കുറച്ച് ടിപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നാണ് കേട്ടോ. സ്കാൽപ്പിലെ ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. സ്കാൽപ്പിൽ ഈർപ്പം നിലനിർത്താൻ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ കേട്ടോ. സ്കാൽപ്പ് അതായത് നമ്മൾ ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓയിൽ മസാജിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഓയിൽ ചൂടാക്കാതെയോ അല്ലെങ്കിൽ വൈറ്റമിൻസ് ടാബ്ലറ്റ് ചേർത്തോ ചേർക്കാതെയോ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ സൗകര്യം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ആവി കൊള്ളാൻ പറ്റും എന്നുള്ളവർ അങ്ങനെ ആവി കൊള്ളാം. സ്കാൽപ്പ് ഡ്രൈ ആയുള്ള പ്രോബ്ലം എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ സ്കാൽപ്പ് മാത്രമല്ല നമ്മുടെ മുടി മൊത്തത്തിൽ ചകിരി പോലെ ആവുകയും കൂടാതെ മുടിയുടെ തിക്നെസ് കുറയുകയും മുടി പൊട്ടിപ്പോവുകയും അങ്ങനെ മുടിയുടെ ആരോഗ്യം തന്നെ നശിക്കുകയും ചെയ്യും കേട്ടോ. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ തലയിൽ, അതായത് സെബേഷ്യസ് ഗ്ലാൻഡ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിൽ പ്രത്യേകിച്ച് 30-40 സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഉൽപ്പാദനം കുറയും കേട്ടോ. ഈ ഒരു കാര്യം കൊണ്ടാണ്, ഇങ്ങനെ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഓയിൽ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുന്നത്. 30-40 വയസ്സിൽ മാത്രമല്ല കേട്ടോ, ചില ഹോർമോണൽ ചേഞ്ചസ് കാരണം ഈ ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ എത്താതെ വന്നാലും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നല്ല ഫ്രിസി ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മസ്റ്റായിട്ട് ഹെയർ ഓയിൽ ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടുത്ത രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടേക്ക് എ ബാത്ത് ഡെയിലി. അതായത് മലയാളികളെ സംബന്ധിച്ച് കുളി മസ്റ്റാണല്ലേ. അഴുക്കും പൊടിയും പൊല്യൂഷനും വിയർപ്പും ഹ്യൂമിഡിറ്റി എന്നിവയെല്ലാം കൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസത്തിൽ 2 നേരം കുളിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഈ 2 നേരം കുളിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒരു നേരം ആക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ എൻ്റെ 2-3 വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഒരു ദിവസം ഇടവിട്ട് നല്ല വെള്ളം അല്ല എങ്കിൽ, അതായത് നമ്മൾ പുറത്ത് നമ്മുടെ നാട്ടിലല്ലാതെ കിണർ വെള്ളം അല്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. നമ്മുടെ കിണർ വെള്ളം ആണെങ്കിൽ മാത്രം ഡെയിലി ഹെയർ വാഷ് ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടിയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇപ്പം ധാരാളം മഞ്ഞുള്ള സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ടിപ്പുള്ള ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ദിവസവും സ്കാൽപ്പിൽ നിന്ന് ഈ ഡെഡ് സ്കിൻ ചീകി കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അവർ മാത്രമല്ല കേട്ടോ, നമുക്കും ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് നല്ലതാണേ. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 40 വയസ്സിന് മുകളിലുള്ളവർ മസ്റ്റായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുടിക്ക് 3 സ്റ്റേജാണുള്ളത് കേട്ടോ. വളർച്ചയുടെ സ്റ്റേജ് ആദ്യത്തേത്, രണ്ടാമത്തേത് ഒരു നിലനിൽക്കുന്ന ഒരു സ്റ്റേജ്, മൂന്നാമത്തേത് റെസ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്. അങ്ങനെ 3 തരം സ്റ്റേജാണുള്ളത് കേട്ടോ. 20 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വളർച്ചയുടെ ഒരു സ്റ്റേജാണ് കേട്ടോ. ഈ സമയത്ത് മുടിയുടെ വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. ഈ സമയത്ത് റെസ്റ്റിംഗ് സ്റ്റേജ് കുറവായിരിക്കും കേട്ടോ. അതേസമയം 45-50 വയസ്സൊക്കെ വരുമ്പോഴത്തേക്കും റെസ്റ്റിംഗ് സ്റ്റേജ് ആയിരിക്കും കൂടുതൽ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ വളർച്ചയുടെ നിരക്ക് കുറയുന്നത് കൊണ്ട് 20-30 കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് മുടി ചുരുട്ടുക, മുടി നിവർത്തുക, കളറിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് മുടി പൊഴിഞ്ഞു പോയാലും പെട്ടെന്ന് മുടി വരും. അതേസമയം 40-45 വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് മുടിയുടെ വളർച്ചയുടെ നിരക്ക് വളരെ കുറവായിരിക്കും കേട്ടോ. കൂടാതെ മുടി വളരാൻ വേണ്ടിയിട്ട് താമസം വരികയും ചെയ്യും. അടുത്ത 4-മത്തെ കാര്യം എന്ന് പറയുന്നത് മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. മാക്സിമം ഷാംപൂസ് അവോയ്ഡ് ചെയ്യുക. അല്ലായെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമാക്കി ചുരുക്കിയാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ല പൊടിയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ച് എല്ലാ ദിവസവും മുടി കഴുകാവുന്നതാണ്.
അല്ലാതെ നോർമലായിട്ടുള്ള ആൾക്കാർ എല്ലാ ദിവസവും ഷാമ്പൂസ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഷാമ്പൂസ് വാങ്ങുമ്പോൾ അതിലെ കണ്ടൻറ്റും അത് മൈൽഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. മൈൽഡ് ഷാമ്പൂസ് ആണെന്ന് അതിന് പുറത്ത് എഴുതിയിരിക്കില്ല കേട്ടോ. പകരം കെമിക്കൽ ഫ്രീ ആണോ എന്ന് നോക്കിയാൽ മതി. സൾഫേറ്റ് അടങ്ങിയ ഷാമ്പൂസ് ആണ് നന്നായി പതഞ്ഞ് വരിക കേട്ടോ. നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് പതഞ്ഞ് വന്നാൽ മാത്രമേ അത് ഷാമ്പൂസ് നല്ലൊരു ഷാമ്പൂ ആകൂ എന്നാണ്. അത് തെറ്റാണ് കേട്ടോ. നന്നായി പതയുന്നുണ്ടെങ്കിൽ അതിൽ സൾഫേറ്റിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും. പത കുറവാണെങ്കിൽ അതിൽ സൾഫേറ്റിൻ്റെ അംശം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂസ് ചെയ്യുമ്പോൾ അമിതമായ ഹെയർ ഫാൾ ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനേക്കാൾ ഉപരി നമുക്ക് ഒരു സംശയവും കാര്യങ്ങളും പേടിയില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് നാടൻ താളികളാണ് കേട്ടോ. അപ്പോൾ നാടൻ താളികൾ അതിൽ പ്രധാനി എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി താളി തന്നെയാണ്. അപ്പോൾ കൂടുതലും ചെമ്പരത്തി താളികൾ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ബി കോംപ്ലക്സ് വൈറ്റമിനുകളും അതുപോലെ തന്നെ ബയോട്ടിനുമാണ് കേട്ടോ. ബി കോംപ്ലക്സ് വൈറ്റമിൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം ബി വൈറ്റമിനുകളാണ് കേട്ടോ. ഈ ഗ്രൂപ്പിലുള്ളത് B1, വൈറ്റമിൻ B1, B2, B3, B5, B7, B9, B12 എന്നിവയാണ്. ഇത് മുഴുവനും മുടിയുടെ ഗ്രോത്ത് കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിനുകളാണ് കേട്ടോ. ഇതിൽ പ്രധാനപ്പെട്ടത് വൈറ്റമിൻ B7, B12 ആണ്. B12 കുറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകും കേട്ടോ. B12 ധാരാളമുള്ളത് ഇറച്ചി, മുട്ട, മത്സ്യം, പാല്, കൂണ് എന്നിവയിൽ നിന്നുമാണ് കേട്ടോ. എന്നാൽ B7 പലപ്പോഴും മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബയോട്ടിൻ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ബയോട്ടിൻ എന്ന് പറയുന്നത് B7 ആണ്. ഇത് സ്ത്രീകളിൽ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം B7 കുറവാണ്. അതായത് പഠനങ്ങളിൽ പറയുന്നത് സ്ത്രീകളിലെ മുടി കൊഴിച്ചിലിൻ്റെ 38% ഈ വൈറ്റമിൻ B7 കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് ആവശ്യമായ ഹോർമോണുകൾ പ്രദാനം ചെയ്യാനും മുടിയുടെ വളർച്ച കൂട്ടാനും പുതിയ ഹെയർ ഫോളിക്കിൾ തലയിൽ ഉണ്ടാകാനും ഈ വൈറ്റമിൻ B7 ആവശ്യമാണ് കേട്ടോ. അതായത് ബയോട്ടിൻ. അതുപോലെ തന്നെ നമ്മുടെ ബയോട്ടിൻ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇറച്ചി, മത്സ്യം, മുട്ട, കൂൺ, അവകാഡോ, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, നട്ട്സ്, സീഡ്സ് എന്നിവയിലൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ബീഫിൻ്റെ കരൾ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ധാരാളം ബയോട്ടിൻ ഈ കരളിലുണ്ട്. ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവയൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകളാണ്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി ഊരിപ്പോകുന്നത് തടയാനും തലയോട്ടിലെ എണ്ണമയം നിലനിർത്താനും വൈറ്റമിൻ എ ആവശ്യമാണ് കേട്ടോ. നമ്മുടെ മുടി വളരാൻ ആവശ്യമായ സെബത്തിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായി നടക്കണമെങ്കിൽ വൈറ്റമിൻ എ ആവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എല്ലാ ഇലക്കറികളിലും, ക്യാരറ്റിലും, മീൻ, ഇറച്ചി, മുട്ട എന്നിവയിലുമാണ് കേട്ടോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ എ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വൈറ്റമിൻ എയും അതുപോലെ തന്നെ ബി കോംപ്ലക്സ് വൈറ്റമിനും കൂടാതെ വൈറ്റമിൻ ഡി. അതൊന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായത്. അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ്. അപ്പോൾ കുറച്ചൊക്കെ വെയിലും കൊണ്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.